കഴിയുമ്പോഴും തിരക്കഥ മാറുന്ന IPL 2026 ഓറഞ്ച് ക്യാപ്പ് പോരാട്ടം ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്പണർ സായി സുദർശനും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹെൻറിച്ച് ക്ലാസനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ഒരു വടംവലി പോലെയാണ്. അഹമ്മദാബാദിൽ നടന്ന നിർണായക മത്സരത്തിന് പിന്നാലെ പോയിന്റ് പട്ടികയിലും റൺ വേട്ടക്കാരുടെ പട്ടികയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഓറഞ്ച് ക്യാപ്പ് പോരാട്ടം സായി സുദർശനും ഹെൻറിച്ച് ക്ലാസനും തമ്മിലുള്ള വാശിയേറിയ ഒരു മ്യൂസിക്കൽ ചെയർ കളി പോലെയാണ് ഇപ്പോൾ മുന്നേറുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ വെറും 16 പന്തിൽ നിന്ന് 14 റൺസ് മാത്രമാണ് നേടിയതെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹെൻറിച്ച് ക്ലാസൻ റൺ വേട്ടക്കാരുടെ പട്ടികയിൽ വീണ്ടും 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. ഗുജറാത്തിന് വേണ്ടി 62 റൺസ് നേടി മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച സായി സുദർശൻ ഈ സീസണിൽ 500 റൺസ് പിന്നിടുന്ന ആദ്യ താരമെന്ന നേട്ടം കൈവരിക്കുകയും മണിക്കൂറുകളോളം ഓറഞ്ച് ക്യാപ്പ് തന്റെ പക്കൽ ഭദ്രമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 12 മത്സരങ്ങളിൽ നിന്ന് 508 റൺസ് എന്ന സമ്പാദ്യവുമായി ക്ലാസൻ സുദർശനെ പിന്തള്ളി വീണ്ടും സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. സുദർശന്റെ തകർപ്പൻ ഫോമും ക്ലാസന്റെ അചഞ്ചലമായ പ്രകടനവും ഹൈദരാബാദ് ഗുജറാത്ത് ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ വെറും 7 റൺസിന്റെ വ്യത്യാസത്തിൽ ക്ലാസൻ 1ാമത് നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഈ ഓറഞ്ച് ക്യാപ്പ് ആരുടെ തലയിൽ വിശ്രമിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമായി മാറിയിരിക്കുന്നു. മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയതാരം സഞ്ജു സാംസൺ IPL 2026 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി നടത്തുന്ന റൺ വേട്ട അതീവ താല്പര്യത്തോടെയാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്. നിലവിൽ 430 റൺസുമായി റൺ വേട്ടക്കാരുടെ പട്ടികയിൽ 7ാം സ്ഥാനത്താണ് സഞ്ജു തുടരുന്നത്. ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് താരം ഇഷാൻ കിഷൻ സഞ്ജുവിനെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും 420 റൺസിൽ കിഷന്റെ പോരാട്ടം അവസാനിച്ചതോടെ സഞ്ജുവിന് തന്റെ 7ാം സ്ഥാനം സുരക്ഷിതമാക്കാൻ സാധിച്ചു. ഓരോ മത്സരത്തിലും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന സഞ്ജു മധ്യനിരയിൽ ചെന്നൈയുടെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞു. ഇഷാൻ കിഷനെ പോലെയുള്ള വെടിക്കെട്ട് താരങ്ങളിൽ നിന്നുള്ള ഭീഷണി തൽക്കാലം ഒഴിവായെങ്കിലും വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ കൂടുതൽ റൺസ് അടിച്ചുകൂട്ടി പട്ടികയിൽ മുകളിലേക്ക് കയറാനായിരിക്കും സഞ്ജു ലക്ഷ്യമിടുന്നത്. സഞ്ജുവിന്റെ ഈ പക്വതയാർന്ന ബാറ്റിംഗ് ശൈലി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് കരുത്തേകുന്നതിനോടൊപ്പം തന്നെ മലയാളി ആരാധകർക്ക് വലിയ ആവേശവുമാണ് പകരുന്നത്. IPL 2026 ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് കരുതിയിരുന്ന പല പ്രമുഖ താരങ്ങൾക്കും നിരാശയുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ വൻ കുതിപ്പ് നടത്താൻ സുവർണാവസരം ലഭിച്ചിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ വെറും 6 റൺസിന് പുറത്തായതോടെ നിലവിൽ 481 റൺസുമായി പട്ടികയിൽ 3ാം സ്ഥാനത്ത് തുടരുകയാണ്. സമാനമായ രീതിയിൽ തന്നെ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു. 5 റൺസ് മാത്രം നേടിയ അദ്ദേഹം 467 റൺസുമായി 5ാം സ്ഥാനത്താണ്. എന്നാൽ ക്രിക്കറ്റ് ആരാധകരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് റൺ മെഷീൻ എന്നറിയപ്പെടുന്ന വിരാട് കോഹ്ലിയുടെ ഫോമില്ലായ്മയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തുടർച്ചയായി 0-ന് പുറത്തായതോടെ റൺ വേട്ടക്കാരുടെ ആദ്യ 10ൽ നിന്ന് കോഹ്ലി പുറന്തള്ളപ്പെട്ടു. നിലവിൽ 379 റൺസുമായി 13ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കോഹ്ലിയുടെ ഈ അവസ്ഥ RCBയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നൽകുന്നത്. കിരീടത്തിലേക്കുള്ള നിർണായക ഘട്ടത്തിൽ ഈ പ്രധാന താരങ്ങളുടെ ബാറ്റിംഗ് തകർച്ച ടൂർണമെന്റിലെ പോയിന്റ് പട്ടികയിൽ വലിയ അഴിച്ചുപണികൾക്കാണ് വഴിയൊരുക്കുന്നത്. IPL 2026 ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനത്തോടടുക്കുമ്പോൾ ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഓരോ റണ്ണും ഓരോ താരത്തിനും നിർണായകമാണ്. നിലവിൽ 477 റൺസുമായി 4ാം സ്ഥാനത്തുള്ള ഡൽഹി ഓപ്പണർ KL രാഹുലിനും 440 റൺസുമായി 6ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിന്റെ യുവതാരം വൈഭവ് സൂര്യവംശിക്കും പട്ടികയിൽ ഇനിയും വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ അവസരമുണ്ട്. റായ്പൂരിൽ നടക്കാനിരിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് RCB പോരാട്ടത്തെ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം പ്ലേ ഓഫ് സാധ്യതകളെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഈ മത്സരം. IPL 2026 സീസണിലെ പ്ലേ ഓഫ് കണക്കുകൂട്ടലുകൾ സങ്കീർണമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ റൺവേട്ടയിലെ ഈ മാറ്റങ്ങൾ ഓരോ ടീമിന്റെയും ആത്മവിശ്വാസത്തെയും അവരുടെ വരും മത്സരങ്ങളിലെ തന്ത്രങ്ങളെയും കാര്യമായി സ്വാധീനിക്കും. വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം ടീമിന്റെ വിജയത്തിന് ഇത്തരം പ്രകടനങ്ങൾ എത്രത്തോളം അനിവാര്യമാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.